മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പേരാവൂർ ഗ്രാമപഞ്ചായത്തിൽ വിവിധ തലത്തിലുള്ളവരുടെ യോഗം ചേർന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് പി വേണുഗോപാലിന്റെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത്. ഈ 12-13 തീയതികളിൽ നമ്മൾ ഇപ്പോൾ പ്ലാൻ ചെയ്തിട്ടുള്ള ഈ ശുചീകരണ പ്രവർത്തനങ്ങൾ വൻ വിജയമാക്കാൻ നിങ്ങളുടെ എല്ലാവരുടെയും പൊതുവായിട്ടുള്ള സഹായവും ഇടപെടലും ഉണ്ടാവണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടി ഈ യോഗം ഔപചാരികമായി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം ശൈലജ ടീച്ചർ ശുചീകരണ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു. 13-ാം തീയതിയുള്ള പൊതു ശുചീകരണത്തിൽ നമ്മൾ എല്ലാവരുടെയും നല്ല കർമ്മനിരതരായി നമ്മൾ മുന്നിൽ നിന്നുകൊണ്ട് എല്ലാവരെയും സംഘടിപ്പിച്ചിട്ടുള്ള പൊതു ശുചീകരണമാണ് നടത്തേണ്ടത്. ഇപ്പോൾ പറഞ്ഞതുപോലെ ഡെങ്കുവായി ബാധിച്ചുകൊണ്ട് കുറേ വാർഡിൽ 5-ാം വാർഡ്, 7-ാം വാർഡ്, 8-ാം വാർഡ്, 10-ാം വാർഡിലൊക്കെ ഫോഗിംഗ് ഒക്കെ നടത്തിയിട്ടുണ്ടെങ്കിലും ഡെയിലി ഡെങ്കുവിന്റെ റിപ്പോർട്ട് കൂടി വരുന്നതാണ് കാണുന്നത്. അതിനെതിരെ ജാഗരൂകരായി നിന്നുകൊണ്ട് നല്ല ജാഗ്രതാ പ്രവർത്തനത്തിന് നമ്മൾ മുൻനിരയിൽ ഉണ്ടാവണമെന്ന് മാത്രം പറയുന്നു. പേരാവൂർ ടൗൺ ശുചീകരിക്കുന്നതിനായി മെയ് 12-ന് ശുചിത്വ ഹർത്താൽ ആചരിക്കാനും 13-ന് വാർഡ് തലത്തിൽ പൊതു ശുചീകരണം നടത്താനും യോഗത്തിൽ തീരുമാനിച്ചു. പേരാവൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിഷ ബാലകൃഷ്ണൻ, പേരാവൂർ താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ അശ്വിൻ, ആരോഗ്യ പ്രവർത്തകരായ ഹെൽത്ത് ഇൻസ്പെക്ടർ കെ മോഹനൻ, ആൻസി, വത്സല, വിനു, പഞ്ചായത്ത് സെക്രട്ടറി ബാബു തോമസ് തുടങ്ങിയവർ സംബന്ധിച്ചു. മഴക്കാലം അടുത്ത മാസമാണെങ്കിൽ പോലും നമ്മളുടെ പഞ്ചായത്തിൽ ഇപ്പോൾ ഈ വേനൽക്കാലത്ത് ചുട്ടുകൊള്ളുന്ന വെയിലിൽ പോലും പൊതുജന രോഗം നന്നായിട്ട് കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ഈ ഒരു ആക്ഷൻ നമ്മളിപ്പം നടത്തിയിട്ടില്ലെങ്കിൽ മഴക്കാലത്ത് നമ്മളുടെ കയ്യിൽ നിന്ന് പോകും. പിന്നെ ആകെ ഡെങ്കി ഒരു ഔട്ട്ബ്രേക്ക് ആയിട്ട് തന്നെ വരും. അല്ലാണ്ട് കൂടുന്നതായിരിക്കും. കാരണം ഇടമഴ പെയ്തിട്ടോ ഒന്നുമല്ല ഇപ്പോഴത്തെ കാര്യമുള്ളത്. വളരെ വേനലായിരുന്നു. ഇടയ്ക്ക് ഒരു ദിവസം ഒരു മഴ ചാറിയതേ ഉള്ളൂ. പുറത്തുള്ള വീടിൻ്റെ പുറത്തുള്ള അങ്ങനെ വെള്ളം കെട്ടിക്കിടക്കുന്നതായിട്ടല്ല. മിക്കവാറും അവിടുന്ന് കണ്ണൂരിൻ്റെ DVC യൂണിറ്റിൽ നിന്ന് വന്നപ്പോഴൊക്കെ കണ്ടുപിടിക്കാൻ സാധിച്ചത് വീട്ടിൻ്റെ അകത്തുള്ള കെട്ടിക്കിടക്കുന്ന വെള്ളമാണ്. അപ്പോൾ അതൊക്കെ ഏതൊക്കെയാണെന്നുള്ള പ്രസന്റേഷനകത്ത് നമ്മളുടെ HI പറയുന്നതായിരിക്കും. ഇപ്രാവശ്യം ജനുവരി മുതൽ ഈ ഏപ്രിൽ 30-ാം തീയതി വരെ 21 കേസാണ് നമ്മളെ പേരാവൂർ ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ വാർഡുകൾ എന്ന് പറയാൻ പറ്റില്ല. പ്രത്യേകിച്ച് 5-ാം വാർഡ്, 8-ാം വാർഡ്, 10-ാം വാർഡുകളിലാണ് കൂടുതലായിട്ട് കേസുകൾ കണ്ടെത്തിയിരിക്കുന്നത്. അത് 8-ഉം 10-നും നമ്മൾ കൂടുതൽ കേസ് വർദ്ധിച്ചു വന്നപ്പോൾ നമ്മൾ അതുമാത്രം ഫോക്കസ് ചെയ്തു. പക്ഷെ അത് നമ്മളെ ഫോക്കസ് ചെയ്തപ്പോൾ പാളിച്ചു വന്നുമായിരുന്നു. കാരണം 5-ാം വാർഡിലും അതുപോലെ തന്നെ കേസുകൾ വർദ്ധിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോഴും മറ്റുള്ള വാർഡുകളിലേക്കും ഇപ്പം സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മുടെ സമീപ പഞ്ചായത്തിന്റെ ബോർഡറുകളിലും ഒരുപാട് കേസുകൾ, 50ഓളം കേസുകൾ ഇപ്പം കേരളം അതുപോലെ കോളയാട് പഞ്ചായത്തുകളിൽ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ബോർഡറിലും വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ ഇനി അതിനേക്കാൾ കൂടുതൽ സംസാരിക്കുന്നില്ല. കാരണം നമ്മൾ വിജിലൻ്റ് ആയിരിക്കണം. കാരണം നമ്മൾ ഫോഗിങ് നടത്തിക്കൊണ്ടോ ഒന്നും കാര്യമില്ല. ഇപ്പം നമ്മൾ കണ്ടെത്തിയ ഒരുപാട് മണി പ്ലാന്റ്, ചില വീടുകളിൽ മണി പ്ലാന്റ്, ഫ്രിഡ്ജിന്റെ കാരിയർ, അവിടെയാണ് കൂടുതൽ ബ്രീഡിംഗ് പ്ലേസ് ആയിട്ട് കണ്ടത്. പല വീടുകളിലും കൂളറിലും അതുപോലെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ സ്ക്വാഡായിട്ട് പോകുന്നതിന് പ്രത്യേകം ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൊണ്ടുവരാൻ പറ്റും. കാരണം 2019 200ഓളം കേസുകൾ റിപ്പോർട്ട് ചെയ്ത ഒരു പഞ്ചായത്തായിരുന്നു ഇത്. അതിനുശേഷം നമ്മൾ വളരെയധികം ജാഗരൂകമായി പ്രവർത്തിച്ചതുകൊണ്ട് മാത്രമാണ് നമുക്ക് കേസുകൾ കുറക്കാൻ വേണ്ടി സാധിച്ചത്. ഇനിയും നമ്മൾ മഴക്കാലം ആകുമ്പോഴേക്കും ഇത് വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നേരത്തെ തന്നെ നമ്മൾ പഞ്ചായത്ത് നിഷ്കർഷിക്കുന്ന അതുപോലെ തന്നെ ടൈം ബൗണ്ട് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ ചെയ്തിരിക്കണം. ഇത് മാത്രമേ കുറച്ചുകൊണ്ടിരിക്കുന്നു. ന്യൂസ് ബ്യൂറോ, പേരാവൂർ.